പുരാതന ഗ്രന്ഥങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന വളരെ കൃത്യവും സങ്കീർണവുമായ ചില ഗണിതശാസ്ത്ര പാറ്റേണുകളെക്കുറിച്ചുള്ള ഒരു വിശകലനമാണിത്. കേൾക്കുമ്പോൾ തന്നെ ഒരു ആകാംക്ഷ തോന്നുന്നില്ലേ? വളരെ ആഴത്തിലുള്ള ചില വിവരങ്ങളിലേക്കാണ് നാം ഇന്ന് കടക്കുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ. പതിറ്റാണ്ടുകൾ കൊണ്ട് സമാഹരിച്ച ഒരു പുരാതന ഗ്രന്ഥത്തിൽ തികച്ചും കൃത്യമായ ഗണിതശാസ്ത്ര കോഡുകൾ ഉണ്ടാകാൻ കഴിയുമോ? ആദ്യ കേൾവിയിൽ അതൊരു അസംഭവ്യമായ കാര്യമായി നമുക്ക് തോന്നാമല്ലേ? പക്ഷേ യാതൊരുവിധ സാങ്കേതിക വിദ്യകളും ഇല്ലാതിരുന്ന കാലത്ത് രൂപപ്പെട്ട ഒരു ഗ്രന്ഥത്തിലെ ഗണിത സമമിതികളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇത് നിങ്ങളെ തീർച്ചയായും അതിശയിപ്പിക്കും. അധ്യായം 32 അടിസ്ഥാന സമമിതി. ഖുർആനിലെ സജ്ദ അഥവാ സാഷ്ടാംഗ പ്രണാമം എന്ന അധ്യായത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. 30. ഈയൊരു പ്രത്യേക അധ്യായത്തിൽ ആകെ കൃത്യം 30 വാക്യങ്ങളാണുള്ളത്. ഇതൊരു സാധാരണ നമ്പറായി ഇപ്പോൾ തോന്നാം. പക്ഷേ വരാനിരിക്കുന്ന അതിശയകരമായ കണക്കുകളുടെ ബേസ് ശരിക്കും ഈ സംഖ്യയാണ്. ഇനി 15. ഈ അധ്യായത്തിൽ കൃത്യമായി സാഷ്ടാംഗ പ്രണാമത്തെക്കുറിച്ച് പറയുന്ന വാക്യം 15-ാമത്തേതാണ്. ഇവിടെ അതിശയകരമായ കാര്യം എന്താണെന്നറിയാമോ? ആ 15-ാമത്തെ വാക്യത്തിൽ കൃത്യം 15 വാക്കുകൾ മാത്രമാണുള്ളത്. വാക്യത്തിന്റെ നമ്പറും അതിലെ ആകെ വാക്കുകളുടെ എണ്ണവും ഒന്നുതന്നെ. പക്ഷേ ആ ഗണിത പാറ്റേൺ അവിടെ തീരുന്നില്ല കേട്ടോ. ഈ അധ്യായത്തിലെ വാക്കുകൾ തുടക്കം മുതൽ നമ്മളൊന്ന് എണ്ണി നോക്കിയാൽ പ്രണാമം എന്നർത്ഥം വരുന്ന ആ വാക്ക് വരുന്നത് കൃത്യം 186-ാമത്തെ വാക്കായിട്ടാണ്. ഈ 186 എന്ന സംഖ്യ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതെങ്ങനെയെന്ന് നോക്കാം. ഈ കണക്കൊന്ന് നോക്കൂ. 186-ലെ അക്കങ്ങളായ 1, 8, 6 എന്നിവ പരസ്പരം കൂട്ടിയാൽ നമുക്ക് 15 കിട്ടും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രണാമത്തെക്കുറിച്ചുള്ള വാക്യത്തിന്റെ നമ്പർ. ഇനി ആ 15-നെ 2 കൊണ്ട് ഗുണിച്ചാലോ 30 കിട്ടും. അതായത് അധ്യായത്തിലെ ആകെ വാക്യങ്ങളുടെ എണ്ണം. അതുമാത്രമല്ല, 186-നെ 2 കൊണ്ട് ഗുണിച്ചാൽ 372 ലഭിക്കും. അതാണ് ഈ അധ്യായത്തിലെ ആകെ വാക്കുകളുടെ എണ്ണം. ശരിക്കും അമ്പരപ്പിക്കുന്ന കൃത്യതയാണല്ലേ ഇത്. അടുത്തത് അധ്യായം 71 നോഹയുടെ കോഡ്. ഗണിതശാസ്ത്രപരമായ സങ്കീർണതകളിവിടെ വേറൊരു ലെവലിലേക്ക് കടക്കുകയാണ്. ഈ അധ്യായത്തിന്റെ നമ്പർ 71. അതിലെ ആകെ വാക്യങ്ങൾ 28. ഇനി ഈ 71-ൽ നിന്ന് 28 കുറച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 43 ആണ്. ഇവിടെ ഏറ്റവും കൗതുകകരമായ വസ്തുത എന്താണെന്നാൽ ഈ ഗ്രന്ഥത്തിൽ മൊത്തത്തിൽ നോഹയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് കൃത്യം 43 തവണയാണ്. കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ നോഹയെക്കുറിച്ച് പറയുന്ന ഈ അധ്യായത്തിന് മുമ്പുള്ള 43 അധ്യായങ്ങളിലും അതിനുശേഷമുള്ള 43 അധ്യായങ്ങളിലും അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു പരാമർശവുമില്ല. ആകെ 28 അധ്യായങ്ങളിൽ മാത്രമാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. ഓർക്കണം, ആ 28 എന്നത് നോഹയെക്കുറിച്ചുള്ള 71-ാം അധ്യായത്തിലെ വാക്യങ്ങളുടെ എണ്ണമാണ്. കണക്കുകൾ അവിടെയും അവസാനിക്കുന്നില്ല. 1988, അതായത് അധ്യായത്തിന്റെ നമ്പറായ 71-നെ അതിലെ വാക്യങ്ങളുടെ എണ്ണമായ 28 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് ഈ 1988 എന്ന സംഖ്യ കിട്ടും. ഈ സംഖ്യ നമ്മളെ കൊണ്ടുപോകുന്നത് മറ്റൊരു വിസ്മയത്തിലേക്കാണ്. അതെന്താണെന്നല്ലേ? ഈ പുസ്തകത്തിലെ 1988-ാമത്തെ വാക്യം നിങ്ങൾ പരിശോധിച്ചാൽ അതിൽ കൃത്യം 43 അക്ഷരങ്ങളുണ്ടെന്ന് കാണാം. അതെ, നമ്മൾ നേരത്തെ കണ്ട അതേ 43 എന്ന സംഖ്യ തന്നെ വീണ്ടും ഇവിടെയും ആവർത്തിക്കുന്നു. ഇനി ഗണിതശാസ്ത്രം കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്കായി ഒരു കാര്യം കൂടി പറയാം. 1988 എന്ന സംഖ്യയുടെ ഏറ്റവും ഉയർന്ന അഭാജ്യ ഘടകം, അതായത് ഹയസ്റ്റ് പ്രൈം ഫാക്ടർ എന്നത് 71 ആണ്. ആ അധ്യായത്തിന്റെ നമ്പറും 71 ഓർക്കുക. ഇതെല്ലാം എത്ര കൃത്യമായാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്. 3ന്റെ നിയമം, പിന്നെ അഭാജ്യ സംഖ്യകളും. അറബി ഭാഷയിൽ നൂഹ് എന്നത് വെറും 3 അക്ഷരങ്ങളുള്ളൊരു വാക്കാണ്. ഇത് ആദ്യമായി ഗ്രന്ഥത്തിൽ വരുന്നത് 3-ാം അധ്യായത്തിലാണ്. ആദ്യമായി പരാമർശിക്കപ്പെടുന്നത് 33-ാം വാക്യത്തിലുമാണ്. അതുപോലെ 71-ാം അധ്യായത്തിൽ ഈ വാക്ക് 3 തവണ പരാമർശിക്കപ്പെടുന്നതിൽ ഇത് 3-ാമത്തെ വാക്കായിട്ടാണ് വരുന്നത്. ഈ 3 എന്ന സംഖ്യ എത്ര തവണയാണ് ഇവിടെ ആവർത്തിക്കുന്നത് നോക്കൂ. ഇനി ഈ ഗ്രന്ഥത്തിൽ നൂഹിന്റെ ജനത എന്ന് 14 തവണ പറഞ്ഞിട്ടുണ്ട്. ഗണിതശാസ്ത്രത്തിൽ 14-ാമത്തെ അഭാജ്യസംഖ്യ അഥവാ പ്രൈം നമ്പർ ഏതാണെന്നറിയാമോ? അത് കൃത്യം 43 ആണ്. നമ്മൾ വീണ്ടും ആ പഴയ 43-ൽ തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു. അസംഭവ്യമായ സാഹചര്യങ്ങൾ അഥവാ ഇതിന്റെ ചരിത്ര പശ്ചാത്തലം. ഇതൊരു സാധാരണ പുസ്തകം പോലെ ഒറ്റത്തവണയായി എഴുതപ്പെട്ട ഒന്നല്ല. കാലങ്ങളായി വിവിധ സാഹചര്യങ്ങളിലും സംഭവങ്ങളിലും പ്രതികരിച്ചുകൊണ്ട് പലപ്പോഴായി വെളിപ്പെടുത്തപ്പെട്ട വാക്യങ്ങളാണിവ. രണ്ടാമത്തെ കാര്യം, ഇത് ജനങ്ങളിലേക്കെത്തിച്ച പ്രവാചകനെ എഴുതാനും വായിക്കാനും അറിയില്ലായിരുന്നു എന്നതാണ്. പോരാത്തതിനെ ഇത് തുടക്കം മുതൽ ഒടുക്കം വരെ എന്ന ക്രമത്തിലല്ല, മറിച്ച് പിന്നീട് പലയിടങ്ങളിൽ നിന്നായി സമാഹരിച്ചാണ് ഇന്നത്തെ രൂപത്തിലാക്കിയത്. അതുകൊണ്ടുതന്നെ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുന്നവർ ഒരു കാര്യം കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വായിക്കാനോ എഴുതാനോ കഴിയാത്തൊരാൾക്ക്
ഒരിടത്ത് ഇരുന്ന് വാക്കുകൾ എണ്ണിത്തിട്ടപ്പെടുത്തി ഇത്രയും കൃത്യതയോടെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ഗണിതഘടന മനഃപൂർവ്വം നിർമ്മിച്ചെടുക്കാൻ ഒരിക്കലും സാധ്യമല്ല എന്ന് ഈ പഠനങ്ങൾ വിലയിരുത്തുന്നു. അപ്പോൾ നമ്മൾ അവസാനം ഒരു വലിയ ചോദ്യത്തിന് മുന്നിൽ എത്തി നിൽക്കുകയാണ്. അധ്യായങ്ങളും വാക്യങ്ങളും വാക്കുകളും അക്ഷരങ്ങളും തമ്മിലുള്ള ഈ സങ്കീർണമായ ബന്ധം വെറുമൊരു യാദൃച്ഛികതയാണോ, അതോ വളരെ ബുദ്ധിപൂർവ്വം തയ്യാറാക്കപ്പെട്ട ഒരു ഡിസൈനാണോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഈ വിശകലനം നിങ്ങൾക്കൊരു പ്രേരണയാകുമെന്ന് കരുതുന്നു.